ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അവർ യൂത്ത് എന്ന സീരീസിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ കാണിച്ച സീൻ തന്നെയാണ് ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത്. ജിന്നാണെങ്കിൽ സ്കൂളിലേക്ക് വരുന്നതും അവിടെ നോട്ടീസ് ബോർഡിൽ ഹാരുവിനും പിന്നെ അവൻ്റെ ഫ്രണ്ടിനുള്ള സസ്പെൻഷൻ ലെറ്റർ ഇങ്ങനെ നോട്ടീസിൽ ഇങ്ങനെ ഒട്ടിച്ച് ചെയ്യുന്നവൻ കാണുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്കും തന്നെ അവൻ വല്ലാണ്ടാവുന്നുണ്ട്. എന്നാൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റു സ്റ്റുഡൻസിനെല്ലാം സന്തോഷമാണ്. കാരണം അവരുടെ കണ്ണിൽ ഹാരു പഠിക്കാത്ത പ്രശ്നം ഉണ്ടാക്കുന്നൊരു പയ്യനാണ്. അതുകൊണ്ട് തന്നെ അവൻ പോയി എന്ന് വെച്ചിട്ട് അവർക്ക് സങ്കടമൊന്നുമില്ല. അവരൊക്കെ സന്തോഷിക്കുകയാണ്. ആ ഒരു നോട്ടീസിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തെന്ന് വയ്ക്കുകയാണ്. ഇതേസമയം ഇത് കണ്ടിട്ട് ഒരുമാതിരിയായ ജിന്ന് നേരെ ടീച്ചറിൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അതൊന്നും ചെയ്തത് അവനല്ലാന്ന്. കാരണം ഹാരുവിൻ്റെ ഫ്രണ്ട് അത് ചെയ്തത് ജിന്ന് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പറയാനായിട്ട് പോകുന്നുണ്ട്. ആ സമയം താനും ഹാരു ഫോൺ കോളിലായിരുന്നു എന്നും അത് ഹാരു വല്ല ചെയ്തതെന്നും ആ ഒരു തെളിവും കൂടെ ഉള്ളതുകൊണ്ട് അതിനെപ്പറ്റിയും ടീച്ചറിനോട് പറയാൻ പോകുന്നുണ്ട്. എന്നാൽ അതൊന്നും ടീച്ചർ അവൻ്റെ അടുത്ത് പറയാൻ സമ്മതിക്കുന്നില്ല. പകരം നീ എന്തിനാണ് ഹാരുവിനെ സപ്പോർട്ട് ചെയ്യുന്നത്? നീ നിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. നീയാണെങ്കിൽ എബ്രോഡുള്ളത് എൻ്റെ പാരൻസിനെ കുറിച്ച് ഓർത്ത് ആലോചിച്ചുകൊണ്ടിരിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ ഇതും എൻ്റെ പാരൻസും തമ്മിൽ യാതൊരു ഇതുമില്ല. ഞാൻ കണ്ട ആരുമാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്, അത് ഹാരും അല്ല എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. എന്നാൽ ടീച്ചർ വീണ്ടും ബെല്ലടിക്കുന്നതുകൊണ്ട് തന്നെ ഈ കോൺവെർസേഷൻ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. നീ ഇതിനെക്കുറിച്ച് ഞാൻ പറയാൻ വരില്ല, നീ നന്നായിട്ട് പഠിക്കുമെന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങ് പറഞ്ഞു വിടുന്നുണ്ട്. പിന്നീട് അന്ന് ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴത്തേക്കും അപ്പോഴും ജിന്ന് ഒരുമാതിരി ഭയങ്കര വിഷമിച്ച് തന്നെ ഇരിക്കുന്നുണ്ട്. അവൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ അപ്പോൾ ഈ ഒരു ഹാരുവും അവൻ്റെ ഫ്രണ്ടും സ്കൂളിൽ സസ്പെൻഷനായി പോയ കാര്യമാണ് സംസാരിക്കുന്നത്. അതേസമയം ജിന്ന് ഹാരുവിന് വേണ്ടി സംസാരിക്കുന്നുണ്ട്. അവനാണ് ചെയ്തതെന്ന് എന്താ ഉറപ്പ്? അവനായിരിക്കത്തില്ലല്ലോ എന്നൊക്കെ. ആ സമയം അവൻ്റെ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ പറ്റിയത്, നീ എന്തിനാ ഇപ്പോൾ അവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. ആ സമയം ജിന്നാണെങ്കിൽ ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ ഫ്രണ്ട്സ് പോകാനായി തുടങ്ങുമ്പോൾ ഈ ഒരു സാധനം എടുക്കാനായിട്ട് മറന്നുപോയി, നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞിട്ട് അവൻ അവരെ പറഞ്ഞിട്ട് തിരിച്ച് സ്കൂളിൻ്റെ അകത്തേക്ക് ചെല്ലാണ്. അവൻ നേരെ സ്കൂളിൻ്റെ ബാക്ക് സൈഡിലുള്ള ആ ഒരു പൈപ്പൊക്കെ ഉള്ള ഏരിയയിലോട്ടാണ് പോകുന്നത്. അവിടെ വെച്ചിട്ടായിരുന്നു നമ്മുടെ ജിന്നും ഹാരു ഫസ്റ്റ് മീറ്റ് ചെയ്ത് നമ്മൾ അതായത് ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ട സീൻ. അതിൽ ജിന്ന് കാണുമ്പോഴത്തേക്കും ഹാരു ആ ഒരു പൈപ്പിൻ്റെ വെള്ളം വരുന്ന ഭാഗം തിരിച്ചു വെച്ചിട്ട് അവൻ ആ രീതിയിലായിരുന്നു അവൻ്റെ മുഖവും മുടിയൊക്കെ നനച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ജിന്നും നേരെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ആ രീതിയിൽ തന്നെ പൈപ്പ് തിരിച്ചു വെച്ചിട്ട് അവൻ്റെ ഡ്രസ്സും മുഖവും എല്ലാം നനയ്ക്കുന്നുണ്ട്. എന്നിട്ട് അവൻ അവിടെ തന്നെ ഇരുന്നിട്ട് അവൻ്റെ ഫോൺ എടുത്തിട്ട് നോക്കുന്നുണ്ട്. അവൻ ഹാരുവിന് ഓൾറെഡി 1-2 മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് ഹാരു നോക്കിയിട്ടുണ്ടായിരുന്നില്ല, തിരിച്ച് റിപ്ലൈ ഒന്നും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നൈറ്റ് ജിന്നാണെങ്കിൽ വീട്ടിലിരിക്കുന്ന ടൈമിന് അവൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മയും അച്ഛനും ഡിവോഴ്സ് ആവുന്ന കാര്യമുള്ളതുകൊണ്ട് തന്നെ അവൻ എബ്രോഡ് പോവുകയാണ് എന്നൊരു തീരുമാനമുള്ളതുകൊണ്ട് തന്നെ അവൻ്റെ അമ്മ നിനക്ക് എബ്രോഡ് പോകാതിരിക്കാനായിട്ട് വേറെ റീസണൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വന്നേക്കാനായിട്ടൊക്കെ പറയുന്നുണ്ട്. ചിന്നപ്പോൾ അത് ശരിയാണ്, വേറെ റീസണൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. എന്നാലും അവൻ ഒരുമാതിരി ഇങ്ങനെ നിൽക്കുമ്പോൾ അമ്മയാണെങ്കിൽ എന്ത് പറ്റി, നിനക്ക് ഇവിടെ വിട്ടിട്ട് വരാൻ പറ്റാത്ത രീതിയിൽ ഏതെങ്കിലും ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവൻ ഇല്ലയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മയാണെങ്കിൽ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നിനക്ക് വെക്കേഷൻ വരുന്ന സമയത്ത് ഈ സ്കൂളൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കാൻ പറഞ്ഞിട്ട് 2-3 സ്കൂളുകളുടെ നോട്ടീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഹാരുവിനെ കാണിക്കുമ്പോഴത്തേക്കും അടുത്ത ദിവസം രാവിലെ അവനാണെങ്കിൽ സ്കൂളിൽ പോകണ്ട, അതുകൊണ്ട് തന്നെ അവൻ വീട്ടിൽ നിന്നിട്ട് എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്. ഡ്രസ്സ് വാഷ് ചെയ്ത് തരുന്നുണ്ട്, വീട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ അവൻ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഐസ്ക്രീം കഴിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയം അവൻ്റെ അച്ഛനാണെങ്കിൽ വീണ്ടും എന്തോ ബിയറാണെന്ന് തോന്നുന്നു കുടിക്കാനായിട്ട് എന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. അച്ഛൻ അല്ലെങ്കിൽ കുടിച്ച് ഫിറ്റായിട്ടിരിക്കുകയാണ്. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും ഇവനെ കാണുന്നതും ഇവൻ്റെ അടുത്ത് വന്നിട്ട് നിൻ്റെ ഒരു പൈസ ഉണ്ടോടാ, ഈ ഐസ്ക്രീം വാങ്ങാനൊക്കെ ഇട്ടു, നിനക്ക് എവിടെ നിന്നാണ് പൈസ കിട്ടിയെന്ന് വെച്ചിട്ട് ആ ഐസ്ക്രീം വലിച്ചെറിഞ്ഞ് താഴെ കിട്ടുന്നുണ്ട്. എന്നിട്ട് അവനെ ഉപദ്രവിക്കാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഇവൻ പെട്ടെന്ന് അതിൽ നിന്ന് ഒഴുകി മാറുന്നുണ്ട്. ആ സമയം അവൻ്റെ അച്ഛനും താഴേക്ക് വീഴാണ്. അച്ഛൻ എഴുന്നേറ്റ് വന്ന് അവനെ ഉപദ്രവിക്കുന്നതിന് മുമ്പേ അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് റൂമിൻ്റെ അത് കയറി ഡോർ ലോക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ അച്ഛൻ അങ്ങോട്ടേക്ക് എന്നിട്ട് ഡോർ തുറക്കടാന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്നാൽ അവൻ ഓപ്പൺ ചെയ്യുന്നില്ല, അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇരിക്കുന്ന ടൈമിന് അവനിങ്ങനെ ആലോചിക്കുന്നുണ്ട് എനിക്ക് എൻ്റെ അച്ഛനെ പോലെ ആയി തീരണ്ട എന്നൊക്കെ. അതും ആലോചിച്ചിട്ട് അവൻ വീട്ടിൻ്റെ സൈഡിലുള്ള വഴി കൂടെ ഇറങ്ങി ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ജിന്ന് ക്ലാസ്സിൽ ഇരിക്കുന്ന ടൈമിന് ഹാരു ഇറങ്ങി പുറത്ത് കറങ്ങി അടക്കിയിരിക്കും. ഹാരുവിന് ഇതിലായിട്ട് സസ്പെൻഷൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം ഇങ്ങനെ കണ്ടിന്യൂ ആയി പോകുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ജിന്നാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എപ്പോഴും കാണുന്ന സ്ഥലത്ത് വെച്ച് ഹാരുവിനെ കാണുന്നുണ്ട്. ഹാരു അവിടെ ഇരിക്കുന്ന കാണുന്നതും ജിന്ന് ഓടി ചെന്നിട്ട് ഹാരുവിൻ്റെ കൈ പിടിക്കുന്നുണ്ട്. ആ സമയം ഹാരു നിനക്ക് അങ്ങനെ ആൾ മാറിപ്പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജിന്ന് ഇല്ല അങ്ങനെയൊന്നും ആൾ മാറി പോകത്തില്ല, നീയാണെങ്കിൽ നാളെ പരീക്ഷ എഴുതാൻ സ്കൂളിൽ വരത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഹാരു ഞാൻ തിരിച്ചു വരും എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ജിന്ന് നിനക്ക് പ്രിൻസിപ്പൾ സസ്പെൻഷൻ മാത്രം തന്നാൽ നന്നായി, സ്കൂളിൽ നിന്ന് എങ്ങാനും TC തന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഹാരു ആണെങ്കിൽ അങ്ങനെ സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ജിന്നിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ആ സമയം ഹാരു പറയുന്നുണ്ട് ഞാൻ നിന്നെ കാണാനായിട്ടിരിക്കുമായിരുന്നു, നിൻ്റെ വീട്ടിലേക്ക് വന്നാലോ എന്നിങ്ങനെ ആലോചിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്ന് സോറി ഇപ്പോൾ പറ്റത്തില്ല, അമ്മ വീട്ടിലുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഹാരു അങ്ങനെയാണോ, കുഴപ്പമില്ല, ഇനി എന്തായാലും ക്ലാസ്സിൽ വരുമല്ലോ, അപ്പോൾ ക്ലാസ്സിൽ വെച്ച് കാണാം, പിന്നെ നിൻ്റെ അമ്മയാണെങ്കിൽ പോയി കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വന്നോട്ടെ, നമുക്ക് ഒരുമിച്ച് സിനിമ കാണാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ജിന്നാണെങ്കിൽ സമ്മതിക്കുന്നുണ്ട്. ഹാരു അപ്പോൾ എങ്കിൽ ശരി നമുക്ക് നാളെ സ്കൂളിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് ബായി ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ഹാരു നേരെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവൻ്റെ അച്ഛനാണെങ്കിൽ കുടിച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. വഴി കിടന്നുകൊണ്ട് തന്നെ അവൻ അച്ഛനെ നീക്കി കിടത്തുന്നുണ്ട്. അടുത്ത് ജിന്നിനെ കാണിക്കുമ്പോൾ അവൻ വീട്ടിൽ വരുമ്പോഴത്തേക്കും അവൻ്റെ അമ്മ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു. അവനൊരു ലെറ്ററും കൂടെ എഴുതിച്ചിട്ടാണ് പോയത്, അതായത് പരീക്ഷയ്ക്ക് ഓൾ ദ ബെസ്റ്റ്, പിന്നെ ഞാനാണെങ്കിൽ തിരിച്ച് പോവുകയാണ്, എനിക്ക് വർക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്.
വീണ്ടും ഹാരുവിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ അവൻ്റെ റൂമിൽ പോയിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നിട്ട് തിരിച്ച് ലിവിങ് റൂമിൽ വരുമ്പോഴത്തേക്കും അവൻ്റെ അച്ഛൻ അവിടെ കിടക്കുന്ന കാണുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്കും അവൻ എന്തോ സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ വീണ്ടും ജിന്നിനെ കാണിക്കുമ്പോഴത്തേക്കും അവൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഹാരു അവനെ കോൾ ചെയ്യാണ്. കോൾ ചെയ്തിട്ട് കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് ഹാരു സംസാരിക്കുന്നില്ല. അങ്ങനെ ജിന്നാണെങ്കിൽ കോൾ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതും ഹാരു ആണെങ്കിൽ ജിൻ എൻ്റെ അച്ഛൻ മരിച്ചു എന്നിങ്ങനെ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ജിന്ന് വേഗം തന്നെ ഓടി ഹാരുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഹാരു ആണെങ്കിൽ വീട്ടിൻ്റെ അവിടെ ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജിന്ന് ഹാരുവിനെ ഒന്ന് നോക്കിയ ശേഷം ഹാരുവിൻ്റെ അച്ഛൻ ശരിക്കും മരിച്ചോ എന്നറിയാനായിട്ട് അയാളെയും കൂടെ ചെന്ന് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ കൺഫേം ആവുന്നുണ്ട് അയാൾ മരിച്ചു എന്ന്. ആ സമയം ഹാരു ആണെങ്കിൽ എന്നെ വല്ലതും പോലീസ് അറസ്റ്റ് ചെയ്യാൻ സാധ്യത കാണുമല്ലേ എന്നിങ്ങനെ പറയുന്ന സമയത്ത് ജിന്ന് അവൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് നിന്നെ എന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഹാരു അത് പിന്നെ അച്ഛനെ നേരെ ചെക്ക് ചെയ്യാത്തതുകൊണ്ട് അച്ഛനെ അവിടെ ഇട്ടിട്ട് പോയതുകൊണ്ട് ഞാൻ വീട്ടിൽ വന്ന സമയത്ത് ഒന്നുകൂടെ നേരെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ സമയത്ത് അച്ഛൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്ഷിക്കാൻ പറ്റുമായിരുന്നല്ലോ. പക്ഷേ ഇതിപ്പോൾ ഞാൻ കാരണം അയാൾ മരിച്ചില്ലേ, എൻ്റെ തെറ്റല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ജിന്ന് നീ അതിലൊന്നും ചെയ്തിട്ടില്ല, നീ എൻ്റെ തെറ്റേ അല്ല, നീ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹാരു കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കാരണം മാത്രം സംഭവിച്ചതാണ്, ഞാൻ ഇത്രയും കാലം ഇയാൾ മരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഇയാൾ മരിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നെന്ന്. പക്ഷേ ഇതിപ്പോൾ എനിക്കെന്തോ പോലെ ഞാൻ കാരണമല്ലേ എൻ്റെ അച്ഛൻ മരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവയിരുന്ന് വിഷമിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അങ്ങനെ ജിന്ന് അവനെ ഹഗ് ചെയ്തിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. ജിന്ന് ആ സമയം ഇതുപോലെ എമർജൻസിയിൽ വിളിക്കാനും നിൽക്കുന്നുണ്ട്. അതേസമയം ഹാരു ഫോൺ വാങ്ങിച്ചിട്ട് ഞാൻ വിളിക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ പറ്റുന്നില്ല. അങ്ങനെ അവൻ വീണ്ടും കരയുന്നുണ്ട്. അങ്ങനെ അവൻ കരങ്ങുന്ന സമാധാനിക്കുമ്പോഴത്തേക്കും ജിന്ന് അന്ന് ഹാരുവിനെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് കരുതിയിട്ട് അവനെയും കൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ പകുതി ദൂരം എത്തുമ്പോഴത്തേക്കും ഹാരു ആണെങ്കിൽ അവിടെ നിന്നിട്ട് ജിന്നിനോട് സോറി പറയുന്നുണ്ട്. ജിന്നിപ്പോൾ എന്തിനാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഹാരു അതിന് മറുപടി കൊടുക്കാതെ ജിന്നിനെ ഹഗ് ചെയ്ത് കരയാനായി തുടങ്ങുകയാണ്. ആ സമയം ജിന്നിനും സങ്കടമാവുന്നുണ്ട്. ഹാരു കരങ്ങി ഒന്ന് സമാധാനിച്ച് കഴിയുന്നതും അവൻ ജിന്നിൻ്റെ അടുത്ത് നീ അങ്ങ് പൊക്കോ, നീ വീട്ടിൽ പോ, എന്നിട്ട് നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കുക, അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് നന്നായിട്ട് പോയി പരീക്ഷ എഴുതാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ജിന്ന് ഇപ്പോഴത്തെ കാര്യം അതല്ല ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഹാരു ആണെങ്കിൽ ഇല്ല പ്ലീസ് നീ പൊക്കോ, നീ ഈ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ ജിന്നിന് പോകാൻ താല്പര്യമില്ല. ഹാരു അപ്പോൾ പ്ലീസ് നീ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം, നീ വെറുതെ ഇതിൻ്റെ അകത്ത് നിന്ന് പെട്ട് ഇരിക്കണ്ട പോകാനായിട്ട് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ജിന്നിനെ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ ജിന്ന് ഒറ്റയ്ക്ക് തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോകുന്ന ടൈമിൽ തന്നെ രാവിലെ ആവുന്നുണ്ടായിരുന്നു. അവൻ പോകുന്ന സമയത്തെല്ലാം ഹാരുവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോയാലോ എന്ന് ആലോചിച്ചാണ് പോകുന്നതും. എന്നാൽ പറ്റുന്ന സിറ്റുവേഷനല്ല, കാരണം ഹാരു ആണെങ്കിൽ അവൻ്റെ അടുത്ത് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡോടെ എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ബൈ.